ഇപ്പോൾ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശോഭിത, ഒരുപാട് തുക നൽകി വാങ്ങിയ മരുന്നുകളാണ് സാംസ്കാരിക നിലയത്തിൽ അവിടെ കെട്ടിക്കിടന്ന് നശിച്ചിരിക്കുന്നത്. അതിൽ പലതും ഉപയോഗശൂന്യമാണ് താനും. അന്ന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ മരുന്നെല്ലാം ഒരുപാട് പേർക്ക് സഹായകരമാകുന്ന രീതിയിൽ വിനിയോഗിക്കാമായിരുന്നില്ലേ? തീർച്ചയായും നമ്മൾ ഈ കൗൺസിലിൽ തന്നെ പല കൗൺസിലർമാരും ബയോമിത്രത്തിലേക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഹെൽത്ത് സെന്ററുകളിലും ഒന്നും മരുന്നിന്റെ പരിമിതികളെ കുറിച്ച് പല തവണ കൗൺസിലിന്റെ ശ്രദ്ധയിൽ പലരും പെടുത്തിയതാണ്. എന്തുകൊണ്ട് ആ സാഹചര്യങ്ങളിലൊന്നും ഈ മരുന്ന് ആ തലത്തിലേക്ക് ഉപയോഗപ്പെടുത്തിയില്ല എന്നറിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിന്റെ ഉത്തരവാദിത്ത ചുമതലയുള്ള ആളുകള് ഇത്തരം കാര്യങ്ങളിലുള്ള തീർത്തും വലിയ അശ്രദ്ധയാണ് ഈ രീതിയിലേക്ക് ഈ മരുന്നുകൾ ആർക്കും ഉപകാരമില്ലാതെ പാഴായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തീർത്തും ഈ സ്ഥിതി പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. ആ രീതിയിലുള്ള കോർപ്പറേഷന്റെയോ ബന്ധപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ തന്നെ കോവിഡ് രോഗികൾക്കുള്ള മരുന്നുകൾ പല സമയത്തും പരിമിതമായതുകൊണ്ട് കൗൺസിലർമാർ പല സന്നദ്ധ സംഘടനകളെയും അത്തരം ആളുകളെയും ഒരുപക്ഷെ ചിലപ്പോ നമ്മൾ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മരുന്നുകൾ വാങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത് ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ടും അത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു സാഹചര്യമായിരുന്നു. അല്ല, ഈ രീതിയിൽ ഇവിടെ സാംസ്കാരിക നിലയത്തിൽ ഇത്രയധികം മരുന്നുകൾ ഈ കെട്ടിക്കിടന്ന് നശിക്കുന്നത്, ഉപയോഗശൂന്യമാകുന്നത് ഒരിക്കൽ പോലും കൗൺസിൽ അംഗങ്ങളുടെ പോലും ശ്രദ്ധയിൽ വന്നിരുന്നില്ലേ? തീർച്ചയായും വന്നിട്ടില്ല. ഞങ്ങള് പലതവണ മരുന്നിന്റെ അപര്യാപ്തതയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മരുന്ന് പുതിയത് അവൈലബിൾ ആക്കാമെന്നല്ലാതെ ഈ രീതിയിൽ അവിടെ കെട്ടിക്കിടക്കുന്ന മരുന്നുകൾ പ്രയോജനപ്പെടുത്തുന്നതിനോ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പോലും കൗൺസിലിന്റെയോ കൗൺസിലർമാരുടെയോ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഈ വിഷയം പല തവണ ഹെൽത്ത് സെന്ററുകളിലും അതുപോലുള്ള ഡിസ്പെൻസറികളിലും വയോമിത്രങ്ങളിലും ഒക്കെ മരുന്നിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ ഇത് പ്രയോജനപ്പെടുത്തിയില്ല? ഞാൻ മനസ്സിലാക്കുന്ന മരുന്നിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ ബന്ധപ്പെട്ട ആരോഗ്യ കമ്മിറ്റി തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതാണ്. അവരാണ് പറയേണ്ടത് ആ രീതിയിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അത്തരം കോർപ്പറേഷന്റെ തന്നെ സ്ഥാപനങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് രജിസ്റ്ററോ അല്ലെങ്കിൽ സ്റ്റോക്ക് സംവിധാനത്തിനുള്ള ഒരു മേൽനോട്ടമോ അവിടെ നടക്കുന്നില്ല എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അല്ല, ഇതിൽ ഇത്രയധികം മരുന്നുകൾ വാങ്ങിയതും അതിന്റെ കണക്കുകൾ സൂക്ഷിച്ചതും ഇത്രയധികം സ്റ്റോക്ക് ബാക്കിയുണ്ട് എന്നതിന്റെയൊക്കെ വിവരങ്ങൾ ആരോഗ്യ വിഭാഗത്തിന് കൈവശം ഉണ്ടാകില്ലേ? അപ്പോൾ അവരത് ശ്രദ്ധിക്കാതെ ഉണ്ടാവേണ്ടതാണ്. പലതവണ കൗൺസിലർമാർ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് രജിസ്റ്റർ പരിശോധിച്ച് മതിയായ രീതിയിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് മരുന്നുകൾ വിന്യസിക്കപ്പെട്ടില്ല? ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു മേൽനോട്ടത്തിന്റെ അപര്യാപ്തത, ഈ ഒരു വിഷയങ്ങളിലുള്ള ജാഗ്രതക്കുറവും അശ്രദ്ധക്കുറവും. അങ്ങനെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് വേണം നമ്മൾ ആദ്യം പരിശോധിക്കാൻ. ഈ രീതിയിലാണെങ്കിൽ അവിടെ അത്തരം ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടാകില്ല. സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഈ രീതിയിലുള്ള അവൈലബിൾ സ്റ്റോക്കിൽ നിന്നാണ്. എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗമാണ് പറയേണ്ടത്. ആരോഗ്യ കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് മീറ്റിങ്ങുകളും മറ്റു ചർച്ചകളും നടക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ കൗൺസിലർമാരും ജനങ്ങളും ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആരോഗ്യ കമ്മിറ്റിയുടെ ചുമതലയായിരുന്നു. എന്തുകൊണ്ടാണ് അവർ അതിൽ അശ്രദ്ധ പുലർത്തുന്നത് അറിയില്ല. നമുക്ക് അശ്രദ്ധ എന്ന് മാത്രം പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയും. അത് തീർച്ചയായുള്ള ഒരു അലംഭാവം അല്ലെങ്കിൽ കെടുകാര്യസ്ഥത, ഭരണത്തിലിരിക്കുന്നവരുടെ കെടുകാര്യസ്ഥത കൂടിയല്ലേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായത്? തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ പറയാറുണ്ട്, പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒതുങ്ങുമ്പോൾ ഇപ്പോ എത്രയോ ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ആർക്കുമില്ലാതെ ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഈ മരുന്നുകൾ വ്യതാവിലായി പോകുന്നത്. ഇതിന് അശ്രദ്ധാന്നും അലംഭാവൊന്നും അല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ്. ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഈ മരുന്നുകളും മറ്റും പാഴാക്കി കളഞ്ഞതിന് ഒരു തരത്തിലും അവരെ ഒരു ചെറിയ കുറ്റമായി കണക്കാക്കുന്നതല്ല. ഈ സ്ഥാനത്തിരിക്കാൻ അവർക്ക് അർഹതയുണ്ടോ എന്ന് അവർ പുനഃപരിശോധിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട ഭരണസമിതി ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇതുവരെ ഇടപെട്ടതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം പല തവണകളിൽ കൗൺസിലിൽ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, ഞങ്ങളുടെ കമ്മിറ്റി അംഗം നിർമ്മല അത്തരം ആളുകൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അത്തരം ഒരു സ്റ്റോക്ക് രജിസ്റ്റർ അവിടെ പരിപാലിക്കപ്പെടുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. യെസ്,
ഇനിയുള്ള കൗൺസിൽ യോഗങ്ങളുടെങ്കിലും പ്രതിപക്ഷം ഈ വിഷയം ഏത് രീതിയിൽ ഉന്നയിക്കും? ഞങ്ങൾ ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പ്രീ കൗൺസിൽ യോഗത്തിൽ തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്യും. ആനക്കുളം സാംസ്കാരിക നിലയം സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ രീതിയിൽ വീഴ്ച വരുത്തിയത് ആരാണോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അതിനുള്ള മറുപടി പറയേണ്ടതാണ്. നിങ്ങൾ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ അവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നോ? ഇന്ന് ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് ഞങ്ങൾ അവിടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതിൽ സാനിറ്റൈസർ പോലെയുള്ള ചില കാര്യങ്ങളെങ്കിലും ഇനിയും വിനിയോഗിക്കാമെന്നൊക്കെയാണ് അറിയുന്നത്. അതിനുള്ള നടപടിയെങ്കിലും ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. അത് തന്നെയെങ്കിലും തീർച്ചയായിട്ടും ആ കാര്യം തന്നെയെങ്കിലും ഭരണസമിതി ചെയ്യുമെന്നാണ് കരുതുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുൻപും ഇതിന്റെ പർച്ചേസ് നടത്തുന്ന അവസരത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ പർച്ചേസ് നടത്തുന്നതിൽ KMCL-മായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ നടന്നതാണ്. ഇവിടെ ഇപ്പോ വലിയ രീതിയിൽ പർച്ചേസ് നടത്തിയിട്ടും അത് ജനങ്ങൾക്ക് ഉപയോഗം വരാത്തൊരു സാഹചര്യമുള്ളത്. പർച്ചേസ് മാത്രമാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്കുള്ള നടപടിയിൽ ഇവർ വലിയ അമാന്തം കാണിച്ചു എന്നാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നന്ദി ശോഭിത പ്രതികരിച്ചതിന്. കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ പ്രതികരിച്ചത്.